അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുടുംബത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനാണ് സ്നേഹക്കൂട് എന്നും ശ്രമിക്കാറുള്ളത്. അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാവാറുണ്ട്, നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട് അധികം ആരും ചർച്ച ചെയ്യാത്ത, എന്നാൽ നിർബന്ധമായി നാം ഏവരും ചർച്ച ചെയ്യേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാറാണ്. കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ കൂടി ഒരു ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നൽകുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. എൻ്റെ കുടുംബത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ നേരിട്ട് കേൾക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല ഹൈറും ബർക്കത്തും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, നമുക്കറിയാം മനുഷ്യർ ഒരു സമൂഹമായി ജീവിക്കുന്ന ജീവികളാണ്. നമുക്കറിയാം അതിൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ റോളുകൾ അഭിനയിക്കേണ്ടവരും ജീവിക്കേണ്ടവരാണ് നമ്മൾ. അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അഥവാ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി അത് നിറവേറ്റേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിലേക്ക് ഏർപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് ജീവിതത്തിലേക്ക് അവർ വരുന്നത്. ഒരു സന്തോഷ മുഹൂർത്തമാണത്, അതുപോലെ തന്നെ സന്ദർഭമാണത്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിക്കാൽ കാണാൻ, അഥവാ ഉമ്മയാവാൻ ഉപ്പയാവാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ വിവാഹ ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങളിൽ നിന്നും ഒരു ഉപ്പയാകാൻ പോകുന്ന, ഒരു ഉമ്മയാവാൻ പോകുന്ന എന്നറിയുമ്പോൾ അതിന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത്രമാത്രം ഒരു അനുഭൂതിയാണ് മനസ്സിൽ ഓരോരുത്തർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗർഭിണിയാകുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് പ്രസവിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വഹിനൻ അലാ വഹിൻ എന്നാണ്, ക്ഷീണത്തിന് മേൽ ക്ഷീണം എന്നാണ് അതിനോട് പ്രയോഗം നടത്തില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഗർഭകാലഘട്ടത്തിൽ ഒരു ഭർത്താവ് ഒരു കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സവിസ്തരം ചർച്ച ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് സ്നേഹക്കൂടി ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനായ പ്രൊഫസർ കെ പി സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗർഭകാലഘട്ടം അധികം ആരും ചർച്ച ചെയ്യാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ആ ഗർഭകാലഘട്ടം തൊട്ടാണ് പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സമയത്തുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ്, ഭർത്താവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഗർഭകാലഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? പ്രത്യേകിച്ച് ഭാര്യമാർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും മുഖവിലക്കെടുക്കാത്തത്, ഭർത്താക്കന്മാർ നിർബന്ധമായും കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? അതിലേക്കൊന്ന് വെളിച്ചം വീശാൻ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാരണമാവും, നിമിത്തമാവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. നിങ്ങളുടെ ആമുഖമായ ഒരു ഭാഷ. തീർച്ചയായും. അതായത് അൺസെഡായ, ആരും പറയാത്ത, എന്നാൽ എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയാനുണ്ട്. അവരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട്, അവരുടെ അനുഭവങ്ങൾ പലപ്പോഴും കൗൺസിലിങ്ങിൽ കൂടി നേരിട്ട് കേൾക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടും ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഗർഭകാലത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം ഭർത്താവിനാണുള്ളത്. അതിൽ വരുന്ന പോരായ്മകൾ, ന്യൂനതകൾ, അതാണ് സത്യത്തിൽ പിന്നീട് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഹേതുവാകുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി അതിൻ്റെ വേസ്റ്റ് തലത്തിലേക്ക്, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നത്. പരിഹരിക്കേണ്ടവർ നമ്മൾ തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഇത്തരം ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തേണ്ടത്. ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹം എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. രണ്ടാമത്തത്, വൈവാഹിക ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഏറ്റവും നല്ല പൗരന്മാരെ, ഏറ്റവും നല്ല സന്താനങ്ങളെ ഉണ്ടാവുകയും അവരെ വളർത്തുകയും അവരെ ഏറ്റവും നല്ല സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചു വിടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ സമൂഹ നിർമ്മിതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന നല്ല ഒരു കുഞ്ഞ്, നല്ല ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ ഒരു ഗോൾ ഈ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, ഉമ്മൻ്റെയും ഉപ്പൻ്റെയും ഭാഗത്ത്. അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കയറുന്ന ഘട്ടത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ബെഡ്റൂമിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ വുളു എടുത്ത് പ്രാർത്ഥന, അല്ലെ, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വ ജന്നിബു ശൈത്വാൻ മാ റസഖ്തന എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനൊക്കെ കൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ ആ ഒരു സൂക്ഷ്മതയുടെ തലത്തിലാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗർഭകാലഘട്ടം
അല്ലെങ്കിൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കുക എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഒരു നല്ല പ്രോഡക്റ്റ്, ഒരു നല്ല ഉൽപ്പന്നം, നല്ല ഒരു കുട്ടി പുറത്തു വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഗർഭകാലഘട്ടത്തിൽ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഭർത്താക്കന്മാർ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കള് ഏറ്റവും നല്ല മക്കളായി തീരുന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് മാനസിക രംഗത്തും ശാരീരിക രംഗത്തും വെല്ലുവിളികൾ നേരിടുന്ന വൈകല്യമുള്ള ഒരുപാട് മക്കൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബുദ്ധിപരമായ മേഖലയിലുണ്ട്, ശാരീരിക മേഖലയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ, അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് കൊണ്ട്, ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്നതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായ വിവരങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ പോയിന്റ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ സൃഷ്ടിയാണ്. പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈകാരികതക്കാണ് അവൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവളെ സൃഷ്ടിച്ചത് തന്നെ വൈകാരികത കൊണ്ടാണ്. സെൻസിറ്റീവാണ് പെണ്ണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ കരയുന്നത് നമ്മൾ കാണും. പുരുഷന്മാരങ്ങനെ കരയാറില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരു ഉപ്പയും ഉമ്മയും കൂടി തന്നെ ഓൺലൈനായ ഒരു കൗൺസിലിംഗ് നടന്നു. അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഉമ്മ ഗർഭിണിയാണ്. 9ാമത്തെ മാസത്തിലാണ് ഉമ്മ ഉള്ളത്. ആ സമയത്ത് മകന്റെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ ഇൻസ്റ്റാ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ നടന്നു. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, കുറെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളിപ്പോ അതൊരു ടെൻഷനായി കാണരുത്, കാരണം അതിനൊക്കെ പരിഹാരമുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഗർഭിണിയാണ്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിന് കൊടുക്കേണ്ടത് പോസിറ്റീവായ സ്ട്രോക്സ് ആണ്. നിങ്ങളുടെ മകനെ ചൊല്ലി നിങ്ങൾ അസ്വസ്ഥമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യുവർ ചൈൽഡ്. അപ്പം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും കൃത്യമായ കൗൺസിലിംഗ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ പിന്തുണ, പ്രത്യേകിച്ച് ഗർഭധാരണ വേളയിൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഭാര്യ ഗർഭം ധരിച്ചു, അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടാവും, ചിലപ്പോൾ അവരുടെ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ് ഉടനെ ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് അവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എന്തുണ്ടായി, ഒരു കുഞ്ഞ് ജനിച്ചു. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴ്സ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗർഭം ധരിച്ചു. ഇതൊക്കെ തന്നെ വളരെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഭർത്താവ് കുറ്റപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഭർത്താവിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ടത് വൈകാരിക പിന്തുണയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, നമ്മുടെ കുട്ടിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കുട്ടിയെ ജന്മം കൊടുക്കണമെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു മാനസിക പിന്തുണയും ശാരീരിക പിന്തുണയും ഭർത്താവ് നിർബന്ധമായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗർഭകാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഓക്കെ, വളരെ വ്യക്തമാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. ഇനിയൊരു അതിന്റെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ക്ലാരിറ്റിന്റെ ആവശ്യമില്ല. ഇമോഷണൽ സപ്പോർട്ട് എല്ലാ സമയത്തും കൊടുക്കണം. പ്രത്യേകിച്ച് ഗർഭകാലഘട്ടത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം എന്നാണ്. നല്ലൊരു കുഞ്ഞ് ജനിക്കണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ, വേറെ ആര് അവഗണിച്ചാലും ശരി അവർക്കത് പ്രശ്നമല്ല. പക്ഷെ ഭർത്താവിൽ നിന്നും ഒരു നല്ല ഇമോഷണൽ സപ്പോർട്ട് നമ്മുടെ ഭാര്യമാർക്ക് കിട്ടേണ്ട സമയമാണ്, പ്രത്യേകിച്ച് ലഭിക്കേണ്ട സമയമാണ് ഗർഭസ്ഥാവസ്ഥയിൽ എന്നുള്ളതാണ്. അത് അപ്രതീക്ഷിതമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രതീക്ഷിതമായിട്ടായിരിക്കും. നമ്മൾ കാൽക്കുലേഷൻ, സാറ് പറഞ്ഞല്ലോ, കാൽക്കുലേഷൻ തെറ്റിയിട്ടാവാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാവാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയം മുതൽ ഒരു പ്രത്യേക ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതില് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിലാക്കുക എന്നുള്ള, അണ്ടർസ്റ്റാൻഡ് ദം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവളുടേതായ പോരായ്മകളുണ്ട്, കഴിവുകളുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ കഴിവുകളെയാണ് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യേണ്ടത്, പോരായ്മകളെയല്ല. പോരായ്മ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ള സംഗതി ആ ഗർഭ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം അങ്ങനെ സംസാരിക്കുമ്പോൾ അത് അവരിൽ അപകർഷതാബോധം ഉണ്ടാകും. അവർ ചിന്തിക്കും, തന്നെ കുറിച്ച് മോശപ്പെട്ട ചിന്തയാണ് ഉണ്ടാവുക. കാരണം ദുർബലമായ മനസ്സ് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഒരു പുതിയ കുഞ്ഞ് ജന്മം കൊള്ളുക എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്.
ഈ സമയത്ത് അവരെ മനസ്സിലാക്കി പെരുമാറുക എന്ന് പറഞ്ഞാൽ അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കുന്ന ഫുഡൊക്കെ ഛർദ്ദിച്ചു പോവാണ്. കാരണം ഒരു പുതിയ കുഞ്ഞ് ജന്മം കൊള്ളുമ്പോൾ അവരുടെ ശരീരം പലതിനെയും റിജക്ട് ചെയ്യും. ആ റിജക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പല അസ്വസ്ഥതകളും അവര് നേരിടുമ്പോ ഇപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അല്ലെ. നമ്മളെ മുമ്പ് കെയർ ചെയ്തതുപോലെ കെയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് അതുവരെ ഭക്ഷണം എടുത്തു തന്ന ഭാര്യ ഭക്ഷണം വിളമ്പിത്തരാനോ ഉണ്ടാക്കാനോ അവൾക്ക് കഴിയണമെന്നില്ല. അവിടെയാണ് അവളെ മനസ്സിലാക്കേണ്ടത്. വസ്ത്രം അലക്കാനോ ഇസ്ത്രി ഇടാനോ കഴിയണമെന്നില്ല, അവിടെയാണ് അവളെ മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിൽ വൈകാരികമായ പിന്തുണ, ക്ഷമ, ഇതൊക്കെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ അത് അവർക്ക് ഒരു സ്ട്രെങ്ത് ആയിരിക്കും. കാരണം ഞാൻ തളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ള ഒരു ഫീലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്. ഇത് പുരുഷന്മാര് ആ സമയത്ത് കൊടുക്കാറില്ല എന്നുള്ളത് തന്നെ പറയണം. കാരണം അത്ര ഗൗരവത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിലല്ല ഞാൻ പറയുന്നത്, അറിയാത്തത് കൊണ്ടാവാം. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ആ ഒരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമാണ് ആ വാക്കുകൾ. പലപ്പോഴും നമ്മളൊരു അശ്രദ്ധമായത് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ടാണ് ആ ഒരു ഗർഭാവസ്ഥയെക്കുറിച്ച് ഒരു കൗൺസിലറുടെ അനുഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യമാർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അക്കാര്യത്തിൽ അറിവില്ലാത്തവരാണ്, ഇല്ലിറ്ററേറ്റ് ആണ് നമ്മൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ ഗർഭിണിയാണെങ്കിൽ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ. നമ്മൾ അവരുടെ അടുത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് എന്തായാലും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പോസിറ്റീവുകൾ ഉണ്ട് നമുക്ക് പറയാം, ആ പോസിറ്റീവിനൊക്കെ അപ്രീഷിയേറ്റ് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഇമോഷണൽ സപ്പോർട്ട്. പ്രത്യേകിച്ച് ഈ ബോഡി ഷെയ്മിംഗ് ഒക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് അവര് നമുക്ക് അറിയാതെ വന്നു പോകും ചില സംസാരങ്ങളൊക്കെ. അപ്പോൾ അവളുടെ ശരീരത്തെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങളൊക്കെ ആ സമയത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഷോക്കാണ് അല്ലേ. കാരണം അവള് ഇപ്പോ ഗർഭം ധരിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ ചിലപ്പോൾ ചൊറിയും, മാന്തും. ഈ മാന്തുന്ന ഘട്ടത്തിലൊക്കെ അവിടെ പാടുകൾ ഉണ്ടാകും. ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ലോ. അതുകൊണ്ട് അവിടെ എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് ഏറ്റവും വലിയ ത്യാഗം അവളാണ് ചെയ്യുന്നത്. അപ്പൊ ആ ത്യാഗം ചെയ്യുന്ന ഭാര്യയെ ഞാൻ അംഗീകരിച്ചേ പറ്റൂ, അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. എനിക്ക് ആ ഗർഭം ധരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഗർഭം ധരിച്ച് എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ വളർത്തുന്ന അല്ലെങ്കിൽ ചുമക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്നുള്ള ഫീലാണ് അവർക്ക് ഉണ്ടാവുക. ഇതാണ് ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ഗർഭാവസ്ഥയുടെ ആ ഒരു ശാസ്ത്രീയ വശം പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നത് ഒരു വലിയ സ്വാധീനം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ളു നിറച്ചാൽ അത് വേദനിക്കുന്ന എത്രമാത്രം നമുക്കറിയാം. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി മെക്കാനിസം എന്ന് പറയുന്നത് അന്യമായ ഒന്ന് വന്നാൽ അതിനെ തിരസ്കരിക്കാനും ഒഴിവാക്കാനുള്ള ടെൻഡൻസിയാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു ഗർഭാവസ്ഥയിലേക്ക് ഒരു ശുക്ലം വരുമ്പോൾ അതിനെ പുറന്തള്ളാനാണ് സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ആ ഗർഭാവസ്ഥയിൽ വളർന്നു വരുന്നത്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ കയ്യിലൊരു മുള്ളു തറച്ചാൽ വേദനിക്കുന്നത് എത്രമാത്രം ഉണ്ട്, അതിനേക്കാൾ ശാരീരികമായ ഒരുപാട് അവശതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഒരു സ്ത്രീ ആ ഘട്ടത്തിൽ സഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുറെ ആങ്സൈറ്റീസ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സമൂഹത്തിൽ നിന്ന് സാധാരണഗതിയിൽ കിട്ടുന്നത് നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്ന അതാണ്. ലേബർ വിത്തൗട്ട് പെയിൻ എന്നൊരു പുസ്തകം ഞാൻ വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ലേബർ വിത്തൗട്ട് പെയിൻ, അതിന്റെ ആശയം ഇതാണ്: വേദനയില്ലാതെ പ്രസവിക്കാം. സത്യത്തിൽ മൃഗങ്ങൾ പ്രസവിക്കുന്നുണ്ട്, അതൊന്നും നമ്മളാരും അറിയാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരാള് ഗർഭം ധരിച്ചു പ്രസവിക്കുന്നത് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് അവർ പ്രസവിക്കുന്നത്. ഈ പ്രസവത്തിന്റെ വേദന വർദ്ധിപ്പിക്കുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ട്. കാരണം എൻ്റെ കുട്ടിയുടെ ഒന്നാമത്തെ പ്രസവം ഇങ്ങനെയായിരുന്നു, എൻ്റെ മോളുടെ രണ്ടാമത്തത് ഇങ്ങനെയായിരുന്നു. ഇല്ലാത്തതും ഉള്ളതും ഒരുപാട് പർവ്വതീകരിച്ച് ഈ കുട്ടിയെ ആങ്സൈറ്റി ലെവൽ കൂട്ടുന്ന സംസാരങ്ങളാണ് പലപ്പോഴും കുടുംബത്തിൽ നിന്നുണ്ടാവുക. പോസിറ്റീവ് സ്ട്രോക്ക് അല്ല കിട്ടുന്നത്. കാരണം ഈ കുട്ടി 18 20 വയസ്സിൽ ഗർഭം ധരിക്കുമ്പോൾ അവൾ തന്നെ ഒരുപാട് അൺസർട്ടനിറ്റിയിലാണ്, അനിശ്ചിതത്വത്തിലാണ്. പുതിയൊരു ജന്മം വരുമ്പോ പ്രസവിക്കുമ്പോ അത് പെയിൻഫുൾ ആകുമോ എന്നുള്ള പേടി. അതുപോലെ ഒരു പുതിയ ഉത്തരവാദിത്തം കുട്ടി ഏറ്റെടുക്കുകയാണ്, അതിൻ്റെതായിട്ടുള്ള ഉത്കണ്ഠ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ കുടുംബ പശ്ചാത്തലം, ഇപ്പൊ സപ്പോർട്ടീവ് അല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലമാണ് ഭർത്താവിൻ്റെത് എങ്കിൽ ആ കുട്ടിയെ ഞാൻ എങ്ങനെ വളർത്ത് വലുതാക്കും, സ്കൂളിൽ എങ്ങനെ പറഞ്ഞേക്കും, എൻ്റെ ഭർത്താവിന്റെ ജോലിക്ക് പോകുമ്പോൾ അതുകൂടി ഞാൻ എങ്ങനെ കോംപ്രമൈസ് ചെയ്യും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആലോചന നടക്കുന്ന ഒരു വേളയാണത്. അപ്പൊ അവിടെ ഭർത്താവിന് വലിയ റോളില്ലേ. ആ ഈ ആങ്സൈറ്റി, ആ ഉത്കണ്ഠ ലഘൂകരിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനാണ്. അതിന് വേണ്ടത് കൃത്യമായിട്ടുള്ള അറിവ്, ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭകാലഘട്ടത്തെക്കുറിച്ചും അറിവ് സമാഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
പലപ്പോഴും ഭർത്താക്കന്മാർ അതിനെക്കുറിച്ച് ഒരു പുസ്തകം പോലും വായിക്കാറില്ല. അപ്പോൾ ഭർത്താക്കന്മാർ ഈ മേഖലയെ സംബന്ധിച്ച് അറിവ് സമാഹരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആങ്സൈറ്റീസ് ലഘൂകരിക്കാൻ പറ്റും. കാരണം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഭാര്യ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്ത്, മാനസികാവശ്യങ്ങൾ എന്തൊക്കെയാണ്, ശാരീരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, ഒരു അറിവ് ഭർത്താവ് നേരത്തെ സ്വായത്തമാക്കുകയാണെങ്കിൽ അത് ഈ ഭാര്യക്ക് പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കൂലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അഥവാ ഈ ഗർഭ കാലഘട്ടത്തിനെ കുറിച്ച് ഭാര്യമാർ ഒരു പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനൊക്കെ ശ്രദ്ധിക്കും. ഭർത്താക്കന്മാരും അതുപോലെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. തന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ അവൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അവരെ പരിചരിക്കേണ്ടത്, അവരുടെ ശാരീരികമായ അവസ്ഥകൾ, മാനസികമായി എങ്ങനെയാണ് ഞാൻ അവൾക്ക് പിന്തുണ കൊടുക്കുന്നത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരല്പമെങ്കിലും പഠിക്കാനും കണ്ടെത്താനും നമ്മൾ കൂടി, ഭർത്താക്കന്മാർ കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ നല്ലൊരു ഗർഭാവസ്ഥ, ഗർഭകാലഘട്ടം നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ സാർ, അപ്പൊ അത് നേരത്തെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രീ മാരിറ്റൽ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും അറിയേണ്ടതില്ല, അതിനെന്താ അത്ര. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു വണ്ടി ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ആ ഡ്രൈവിംഗ് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ലൈസൻസ് നമുക്ക് കിട്ടുന്നത്, എന്നിട്ട് നമ്മൾ വാഹനം ഓടിക്കുന്നത് അല്ലേ? അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഗതിയാണ് ഒരു വിവാഹവും വൈവാഹിക ജീവിതവും ഒക്കെ അല്ലേ? കാരണം രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അപ്പൊ അവിടെ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ, നോളജ്, അത് നമ്മൾ സ്വായത്തമാക്കണം എന്നുള്ളത് ഒരു കോമൺ സെൻസ് അല്ലേ? അതിന് പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഇന്ന് വിവേകമുള്ള, അറിവുള്ള, കാഴ്ചപ്പാടുള്ള പാരന്റ്സ് ചെയ്യുന്നത്, മക്കളുടെ വിവാഹം നിശ്ചയിച്ചാൽ കൗൺസിലേഴ്സിന്റെ അടുത്ത് പ്രീ മാരിറ്റൽ ഗൈഡൻസിന് വേണ്ടി വരുന്നവരുണ്ട്. അവർ പറയാണ്, എന്ത്, എന്റെ മകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കണം, എന്റെ മകന് കൊടുക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ആൺകുട്ടികളുടെ ധാരണ എന്താ? ഒരു കാഴ്ചപ്പാടും ആ വിഷയത്തിൽ ഇല്ലാതെയാണ് അവർ പോയി കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഒരുപാട് അവിവേകങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പിന്നെ കൗൺസിലിങ്ങിന് വരികയാണ്. ഭാര്യ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, കാരണം ഇയാളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ ഇതുകൊണ്ടാണ് പ്രീ മാരിറ്റൽ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഊന്നി പറഞ്ഞത്. പലപ്പോഴും പല എപ്പിസോഡുകൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രാധാന്യം ഇപ്പോഴും നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു വേറെ ദുഃഖ സത്യമാണ്. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത് ഗർഭകാലഘട്ടത്തിൽ നല്ലൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് അറിവ് വേണം, നോളേജ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മെന്റൽ ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഗർഭകാലഘട്ടത്തിനെ കുറിച്ച് സ്ത്രീകൾക്ക് അറിവുള്ളതുപോലെ തന്നെ പുരുഷന്മാർ അഥവാ ഭർത്താക്കന്മാർ അറിയണം. ഇനി അടുത്തൊരു കാര്യത്തിൽ, അതായത് ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ശാരീരികമായ പിന്തുണയും മാനസിക പിന്തുണയും. ഇപ്പൊ കൈയും കാലിനൊക്കെ വേദന ഉണ്ടാവാം, ഇപ്പൊ ഈ വെരിക്കോസ് വെയിൻ അതേപോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള അവസ്ഥയിലൊക്കെ ഈ ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ആയ അവസ്ഥയിലേക്ക് വന്നേക്കാം. അപ്പൊ അവിടെയൊക്കെ ഒന്ന് തലോടുക, ഒന്ന് സാന്ത്വനിപ്പിക്കുക, ഒന്ന് മസാജ് ചെയ്യുക, വെള്ളം ഒന്ന് കൊണ്ടു കൊടുക്കുക അല്ലെ? ഭക്ഷണം അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ പോയി കുക്ക് ചെയ്യുക, അവർക്ക് ഭക്ഷിപ്പിക്കുക, അവരെ വെള്ളം കുടിപ്പിക്കുക, അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ പുരുഷൻ ശ്രദ്ധിക്കണം അല്ലെ? അമ്മായിമ്മ ഇപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ അത് ചെയ്യണമെന്നില്ല. അപ്പൊ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ എന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹിദ്മത്തുകളും സർവീസുകളും ഞാൻ ചെയ്യണം എന്നുള്ള ഒരു വാശി അയാൾക്ക് ഉണ്ടാവുകയും ആ രൂപത്തിൽ അയാൾ പെരുമാറുകയും ചെയ്യുമ്പോൾ ഭാര്യക്ക് പെട്ടെന്ന് മനസ്സിലാവും, എന്റെ ഭർത്താവിന് നല്ല കൺസേൺ ഉണ്ട്, എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ആ കെയറിങ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ അവളുടെ നൊമ്പരങ്ങൾ, അവളുടെ ആവലാതികൾ, അതൊക്കെ അവൾ പറയുമ്പോൾ അതിനൊന്ന് ചെവി കൊടുക്കുക, അവളെ സാന്ത്വനിപ്പിക്കുക, അവൾക്ക് ആശ്വാസ വചനങ്ങൾ കൊടുക്കുക. പോസിറ്റീവായ സ്ട്രോക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവിസം കുറേ വന്ന് കുമിഞ്ഞു കൂട്ടിയിട്ട് ഡിപ്രഷൻ മോഡിലേക്ക് പോവാം. അത് പോവാതിരിക്കണമെങ്കിൽ ഒരു നല്ല എനർജൈസർ ആയിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളും അതുപോലെയുള്ള പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, ഇതൊക്കെ നമുക്ക് കേൾപ്പിക്കാമല്ലോ. കാരണം വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഷിഫയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ സമയത്ത് പോസിറ്റീവായിട്ട് സ്ട്രോക്ക് നൽകുന്ന മെസ്സേജുകൾ, ഖുർആൻ പാരായണം, അർത്ഥം, വിശദീകരണമൊക്കെ നമ്മുടെ ഭാര്യയെ കേൾപ്പിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ്. കാരണം ആ കേൾവിയാണല്ലോ ആദ്യം കുട്ടിക്ക് കൊടുക്കുന്നത്. ഗർഭഘട്ടത്തിൽ ആദ്യം കേൾവിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ ഇതൊക്കെ അവിടെ സ്കെച്ച് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പുറത്തു വരുന്ന ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ നോളജ് എവിടുന്നാ കിട്ടുന്നത്, ഫോണിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഗർഭാവസ്ഥയിൽ തന്നെ ടെക്നിക്കലായ നോളജിന്റെ ബാലപാഠങ്ങൾ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വേളയിൽ ചീത്ത വിളിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, കോറൽ ചെയ്യുന്ന, ഭാര്യയെ ശകാരിക്കുന്ന, ഭാര്യയെ അടിക്കുന്ന, മാനസിക പീഡനം നടത്തുന്ന, ഇതൊക്കെയാണ് കുട്ടിക്ക് കിട്ടിയതെങ്കിൽ, ഭാര്യക്ക് കിട്ടിയതെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ്, അതിന്റെ ഉപോൽപ്പന്നം എന്തായിരിക്കും? മാനസിക സംഘർഷങ്ങളോടുകൂടി ഹൈപ്പർ ആക്റ്റീവായി അല്ലെ? പല കുട്ടികളും ഉണ്ടാവും, വീട്ടിൽ അടങ്ങിയിരിക്കില്ല, ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, വലിയ വികൃതിയാണ്, വലിയ ദേഷ്യമാണ്. ഇതൊക്കെ ഗർഭധാരണാവസ്ഥയിൽ ഈ ഉമ്മ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ബഹിർ സ്ഫുരണമാണ് പുറത്തേക്ക് വരുന്നത്. ഇതാരും ഗൗനിക്കാറില്ല. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വിതച്ചതേ കൊയ്യൂ. നമ്മൾ വിതക്കുന്നേ നമ്മൾ കൊയ്യുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ അറിവ് നമ്മൾ സ്വായത്തമാക്കിയേ പറ്റൂ. അതെ. അപ്പോൾ ഗർഭാവസ്ഥയിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അവിടെ കുട്ടികൾ ഗർഭാവസ്ഥയിലുള്ള എംബ്രിയോ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ റെക്കോർഡിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതുതലമുറയിലെ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ പോലും ടെക്നോളജി നോളജ് എന്തുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു നിന്ന് കേൾക്കുന്നതൊക്കെ അവിടെ റെക്കോർഡിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ കലഹങ്ങളില്ലാത്ത സ്നേഹത്തിൻ്റെ, പരസ്പര ആദരവിൻ്റെ, അതുപോലെ തന്നെ സഹകരണത്തിൻ്റെ ഒക്കെ അന്തരീക്ഷമാണ് വീടുകളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഭർത്താവിനാണ്. ഭർത്താവ് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് നിർവഹിക്കണമെന്നാണ് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത്. പ്രത്യേകിച്ച് ജോലി തിരക്കുള്ള ആളാവുമ്പോൾ ഇതിനൊന്നും അയാൾക്ക് നേരം കിട്ടില്ല. പക്ഷെ നേരം ഉണ്ടാക്കണം. എല്ലാ ഉത്തരവാദിത്തം കൂടി ഭാര്യയുടെ ചുമലിൽ ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അല്ലെ, ആ സ്കൂളിൽ പോകുന്ന കുട്ടി, ഇന്നത്തെ സാഹചര്യം നമുക്കറിയാലോ, ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഓരോ കുട്ടിക്കും സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. ഹോംവർക്കുകൾ ഉണ്ടായിരിക്കും, അഡീഷണൽ അസൈൻമെന്റ്സ് ഉണ്ടാകും, അതുപോലെ പാരന്റൽ മീറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായി സാധാരണഗതിയിൽ കുട്ടി വന്ന് പറയാ ആരോടാണ്? ഉമ്മയോടാണ്. ഉമ്മയാണ് അത് കേൾക്കാറുള്ളത്, ഉമ്മയാണ് പരിഹരിക്കാറുള്ളത്. ശാരീരികമായ അവശതകൾ നേരിടുന്ന ഒരവസ്ഥയിൽ ഉമ്മക്ക് അത് പരിഹരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവിടെ ഭർത്താവ് എഡീഷണൽ സപ്പോർട്ട് മക്കൾക്ക് കൊടുക്കേണ്ട അവസ്ഥ അവിടെ ഉണ്ട്. അത് മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഉമ്മ എന്തായിരിക്കും, റിലാക്സ്ഡ് ആവും. അപ്പൊ കുട്ടിക്ക് അർഹമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭർത്താവിന് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ആ ഗർഭധാരണ വേളയിൽ ഭർത്താവ് അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്, ആരോഗ്യരംഗം. ഈ ആരോഗ്യരംഗത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഉമ്മ ഒരുപാട് അവശതകൾ പേറും. പ്രത്യേകിച്ച് 2 ആൾക്കുള്ള ഭക്ഷണം അവിടെ കിട്ടേണ്ടതുണ്ടല്ലോ, ഉമ്മക്കുള്ളതും കുട്ടിക്കുള്ളതും. അപ്പൊ പലതും അങ്ങോട്ട് അയക്കുമ്പോൾ തിരിച്ചു വന്നു. ആ സമയത്ത് ഈ ഉമ്മക്ക് ആവശ്യമായ, ഭാര്യക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പാലിക്കാൻ, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. അത് കൊടുത്താൽ മാത്രം പോരാ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ആ ഭക്ഷണം കൊടുക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നുള്ള ഒരു നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കുന്നതിന് ബദൽ അവളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് കൊടുക്കാനും അതിൽ ഇടപെടാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുമ്പോൾ അവൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അത് അവൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെ, മുലപ്പാല് കുടിക്കുന്ന വേറെ കുട്ടി, ആ പ്രായത്തിലുള്ള കുട്ടി വേറെ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത്തരം രംഗത്താണ് പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. മാനസിക ആരോഗ്യത്തിനാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. ആ സമയത്ത് ഉണ്ടാവുന്ന ഇൻസൾട്ടുകളും കുറ്റപ്പെടുത്തലുകളും കമ്പാരിസൺസും ബോഡി ഷെയ്മിങ്ങും അതൊക്കെ തന്നെ അഡ്വേഴ്സ് ആയിട്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാനാണ് ഭർത്താവ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ഹെൽത്തി ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് വെറും ഭക്ഷണത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ ആൻഡ് മെന്റൽ ആൻഡ് ആൾസോ ഫുഡ്, ഭക്ഷണം, ഇത്രയും കാര്യങ്ങൾ ശാരീരികമായും മാനസികമായും, അതുപോലെ തന്നെ അവർക്ക് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് ആ 2 പേർക്കും കിട്ടേണ്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നമുക്ക് നിർബന്ധ ബുദ്ധിയോട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ വെറുപ്പുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും കഴിക്കൂല. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം, അത് സ്നേഹത്തിൽ വിളമ്പി, അല്ലെ, സ്നേഹത്തിൽ താലിച്ച് നൽകാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ലൈഫ്, ഹെൽത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ ഡോക്ടറെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, അല്ലെ. ആ ഡോക്ടറെ ഏതെങ്കിലും ഒരാളെ കൂടെ പറഞ്ഞേക്കല്ല. പലപ്പോഴും സംഭവിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഉമ്മന്റെ കൂടെ പോയിക്കോ, മറ്റേ ആളെ കൂടെ പോയിക്കോ. ഇത് നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. നമ്മളെ സൗകര്യം നോക്കുക. പക്ഷെ ഈ സമയത്ത് നമുക്ക് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും അടിവരയിട്ട് പറയുന്നു, എന്റെ ഭർത്താവിന് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും ഞാൻ ഗർഭിണിയാവുന്ന ഘട്ടത്തിൽ എന്നെ നന്നായിട്ട് പരിചരിക്കാറുണ്ട്. ഇതാണ് അവരുടെ വായന്ന് വരേണ്ടത്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് കുട്ടിക്കും ഉണ്ടാവും. കാരണം കുട്ടി ആങ്സൈറ്റി ഉള്ള കുട്ടി ആവാതിരിക്കണമെങ്കിൽ ആങ്സൈറ്റി ഇല്ലാതെ ഗർഭധാരണം നടക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഡോക്ടറെ കാണുമ്പോൾ, മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ, റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുമ്പോൾ ഹോസ്പിറ്റലിൽ ഭർത്താവിന്റെ സപ്പോർട്ടോടുകൂടി പോകുന്നതും മറ്റൊരാളുടെ കൂടെ പറഞ്ഞേക്കുന്ന വലിയ അന്തരമുണ്ട്. ഇത് പുരുഷന്മാർ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്റെ കൂടെ ഏത് തിരക്കിലും എന്റെ ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാന ബോധത്തിലാണ് അവൾ കാണുക. അതുപോലെ ടെസ്റ്റിന് എഴുതി അത് അവൾ ആ വയറു വീറ്റ് അവൾ തന്നെ അങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് ചില ഭർത്താക്കന്മാരെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, അതുണ്ടാവാൻ പാടില്ല. ഗർഭാവസ്ഥയിൽ ഡോക്ടേഴ്സിനെ കാണിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്ത് അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സാന്നിധ്യമാണ്. എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും, എത്രമാത്രം ബിസി ആണെങ്കിലും അവരോടൊപ്പം ഏറ്റവും കൂടുതൽ നിൽക്കേണ്ട സമയമാണ് ഈ ഗർഭാവസ്ഥയിലെ ഓരോ യാത്രയും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയം. അവിടെ എന്തുണ്ടെങ്കിലും നമ്മൾ ഓടിയെത്താനും ഒപ്പം നിൽക്കാനും ഒന്നിച്ച് ഡോക്ടറെ കാണാനും അതേപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ ഒന്നിച്ച് നടത്താനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ ഒരു മേഖലയിൽ ആ ഒരു സമയത്ത് ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ അത് ബാധിക്കുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്.
ഇനി ഇതുപോലെ ഇനിയില്ലേ കാരണം തീർച്ചയായിട്ടും റിലാക്സ്ഡ് ആവുക, ഒരു റെസ്റ്റ് എടുക്കാന്നൊക്കെ പറയും അല്ലെ. ഇപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ 1-ാമത്തെ മാസം തൊട്ട് തന്നെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇത്തരം കേസിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് റെസ്റ്റ് വേണം. പ്രത്യേകിച്ച് ഗർഭധാരണം നടന്ന ആദ്യത്തെ 3 മാസം അല്ലെ, ബൈക്കിലുള്ള യാത്ര പാടില്ല, കൂടുതൽ ഇളക്കം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അവഗണിച്ചുകൊണ്ട് ബൈക്കിലോ അതേപോലെ കുത്തി കുലങ്ങുന്ന ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലസിപ്പോകാൻ, അബോർട്ടഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടോടുകൂടി റെസ്റ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ചിലപ്പോൾ ഒരു സർവന്റിനെ വെക്കേണ്ടി വരും. കാരണം വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു എഡീഷണൽ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കൂടി ബാധ്യതയാണ്. അപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ റെസ്റ്റ് കിട്ടുക എന്നുള്ളതും, അതുപോലെ ഭാര്യക്ക് എക്സസൈസുകൾ വേണ്ടി വരും ചിലപ്പോൾ അല്ലെ. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ ഇന്ന രൂപത്തിലുള്ള എക്സസൈസുകളൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു സാവകാശം ഈ കുട്ടിയുടെ ഉമ്മക്ക് കിട്ടേണ്ടതില്ലേ, അത് കൊടുക്കാനുള്ള ഒരു ത്യാഗ മനസ്ഥിതിയാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ കുറെ സഹിക്കേണ്ടി വരും അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് അറിയാന്നുള്ളത് ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ്. ഇതൊന്നും എനിക്ക് ആദ്യം അറിയുമായിരുന്നില്ല എന്ന് പറയല്ല, അറിയാത്തത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംസാരങ്ങൾ നമ്മുടെ അറിവില്ലായ്മകളാണ് പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ളത്. ആ അറിവില്ലായ്മകളാണ് പലപ്പോഴും ചൂഷണമായിട്ട് മാറാറുള്ളത്. പക്ഷെ ആ അറിവില്ലായ്മ ഇല്ലാതാക്കുക എന്നതാണ് സ്നേഹക്കൂടിന്റെ ഈ ഒരു എളിയ പരിശ്രമം കൊണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തു വരുന്നത്. ഓരോന്നും ഓരോ പോയിന്റുകളായി കൃത്യമായി 1, 2, 3 എന്ന ആ ഓർഡറിലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരുടെ കെയറിങ് ആവശ്യമുള്ള സമയമാണ് ഗർഭകാലം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളാണ്, അദബുകളാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് അല്ലേ. റസൂൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് പാലിക്കാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് കുട്ടികളുടെ എഡ്യൂക്കേഷനും സ്വന്തത്തിന്റെ എഡ്യൂക്കേഷനും അല്ലെ. ഭാര്യക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം. അപ്പൊ ഭാര്യക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ്, അതുപോലെയുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രദ്ധ ഭർത്താവിന് വേണം. ഒപ്പം നമുക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പഠനത്തിൽ ഈ ഗർഭധാരണ പീരീഡും പ്രസവത്തിന്റെ ആ സമയത്തും മുലയൂട്ടുന്ന സന്ദർഭത്തിലൊക്കെ ഭാര്യക്ക് വേണ്ടത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, അതായത് ഒരു ബദൽ സംവിധാനം അല്ലെ, അതുവരെ ആ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ സഹകരിച്ച ഭാര്യ ആ സമയത്ത് മകളെ അല്ലെങ്കിൽ മകനെ പോറ്റുകയാണ്, അല്ലെങ്കിൽ ഗർഭം ധരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസവിക്കുകയാണ്. ഈ സമയം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന റോളിലേക്ക്, ബദൽ സംവിധാനത്തിലേക്ക് ഭർത്താവ് മാറേണ്ടതുണ്ട്. അതായത് പാരന്റ്സ് മീറ്റിൽ നിർബന്ധമായിട്ടും ഇയാൾ പോകേണ്ടി വരും. SLC പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്കും പ്രശ്നം വരും. കാരണം എന്റെ പാരന്റ് മീറ്റിൽ ആരും വന്നില്ല, ഉമ്മ പ്രസവിച്ച് കിടക്കാണ് അല്ലെ, അല്ലെങ്കിൽ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയതാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അതായത് ഓരോ മൈൽ സ്റ്റോണും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പാരന്റിങ് നോളജ് അല്ലെ. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമല്ല ആ കുട്ടിയുടെ രക്ഷാകർതൃത്വം എന്ന് പഠിക്കേണ്ടത്. കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുട്ടിയെ 1-ാമത്തെ മാസത്തിൽ ആ കുട്ടിയുടെ ഗ്രോത്ത് എന്താണ്, 2-ാമത്തെ മാസം എങ്ങനെയാണ്, 3-ാമത്തത് എന്താണ് അല്ലെ. ഈ വൈകല്യമൊക്കെ ഉണ്ടാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരം ഡിലേഡ് ആവും, അവരുടെ തല ഉറക്കാനും കൈകാലുകളുടെ വളർച്ചയിലൊക്കെ എന്തുണ്ടാവും, ഡിലേസ് ഉണ്ടാവും. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ അറിവ് പാരന്റ്സിന് ഇല്ല എങ്കിൽ ആ കുട്ടിയെ കൃത്യമായി ഡോക്ടറെ അടുത്ത് എത്തിക്കാനും ചികിത്സ കൊടുക്കാനും ഒക്കെ കിട്ടാത്ത അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പാരന്റിങ് എന്താണ്, ഈ രക്ഷാകർതൃത്വം എന്താണ് എന്ന് ഉമ്മയും ഉപ്പയും നിർബന്ധമായിട്ടും അതിന്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ഒരുപാട് പാരന്റിങ് ടൂൾസും പാരന്റിങ് കോഴ്സുകളും ഓൺലൈൻ സംവിധാനത്തിലും ഓഫ്ലൈൻ സംവിധാനത്തിലും ഇന്ന് ലഭ്യമാണ്. അത് കോഴ്സുകളായിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ചിലപ്പോൾ 1000 രൂപ 2000 രൂപ ഒക്കെ ചെലവുണ്ടായിരിക്കും. അപ്പൊ ആ കോഴ്സ് പഠിച്ച ഒരു രക്ഷിതാവും പഠിക്കാത്ത രക്ഷിതാവും ഒരിക്കലും ഒരുപോലെയല്ലല്ലോ. അതുകൊണ്ട് പല വിഷയങ്ങളിലും നമ്മൾ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ പല പ്രതിസന്ധികളും ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ നേരത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഉപ്പയാവാൻ പോകുന്നു, ഉമ്മയാവാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ എങ്ങനെ ഒരു നല്ല പാരന്റായി തീരാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള അറിവ് കരസ്ഥമാക്കാൻ കൂടി അതിനുള്ള സംവിധാനങ്ങൾ ആധുനികമായി ഇന്ന് ഒരുപാട് ലഭ്യമാണ്. അത് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, ഓഫ്ലൈൻ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആ അറിവുകൾ നേടണം. പാരന്റിങ് എന്നുള്ളത് അറിഞ്ഞ് നിർവഹിക്കേണ്ട കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ചതുമാണ്. അപ്പം അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ ഇരിക്കും നല്ല പാരന്റ് ആവാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തണമെന്നാണ്. സാർ, ഇനി ഒരു ഗർഭാവസ്ഥയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു. ഇതിനേക്ക് കൂട്ടിച്ചേർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കുറഞ്ഞ സമയം കൂടിയാണ് നമ്മുടെ മുന്നിൽ. തീർച്ചയായും ഇതിൽ നമ്മൾ വിട്ടുപോയൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷനാണ്.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും നല്ല ഇമോഷണൽ ബോണ്ട്, റേപ്പോ, വൈകാരികമായ ബന്ധം സ്ഥാപിക്കുകയും ഏറ്റവും നല്ല ആശയവിനിമയം കൂടുതലായി നടക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് ഗർഭ കാലഘട്ടം. അതായത് ആ ഭർത്താവ് നാട്ടിൽ വേണം. ഗൾഫിൽ ഇപ്പൊ പ്രവാസിയായി ജോലി ചെയ്യുന്ന ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹം കുട്ടി ഉണ്ടായി മുലകുടിപ്പും കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് ലീവ് എടുത്ത് ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നാട്ടിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഭാര്യക്ക് വലിയ ആശ്വാസമാണത്. കാരണം പ്രസവം അടുക്കുന്നതിനനുസരിച്ച് ഞാൻ പലപ്പോഴും കൗൺസിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഭാര്യ പറയാണ്, എന്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പ്രസവം എന്റെ കുടുംബമാണ് അതിന് സപ്പോർട്ട് ചെയ്തത്, ഭർത്താവിന്റെ കുടുംബമോ ഭർത്താവോ ഉണ്ടായിട്ടില്ല. ഇത് വലിയ ഒരു ട്രോമ അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടക്കേണ്ടതുണ്ട്. ഭർത്താവ് ആ സമയത്ത് വീട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അവളുടെ ആകുലതകൾ അവൾക്ക് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആള് പേഴ്സണായിട്ട് ഇവിടെ വേണ്ടേ. അതുകൊണ്ട് ഏത് വലിയ ജോലി തിരക്കിലാണെങ്കിലും ആ ജോലി തിരക്കിന് ഇടയിൽ വെച്ച് തന്റെ ഭാര്യക്ക് മുന്തിയ പരിഗണന കൊടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, ആശയവിനിമയം നടത്തുക. ഇത് ഒരു പ്രയോറിറ്റിയായി ഭർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗർഭധാരണവും അതുപോലെ പ്രസവവും വളരെ സുഗമമാവും. നല്ല കരുത്തുള്ള മാനസികാരോഗ്യമുള്ള ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കുട്ടിയെ ഈ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ ആ രക്ഷിതാക്കൾക്ക് സാധിക്കും. അല്ല എങ്കിൽ വേറെ പല പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കും പുറത്തു വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം. ഓക്കെ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്കൊന്നുകൂടി നിങ്ങളോട് പറയാനുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്നോട് പറയാനുള്ള ചില കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ മനുഷ്യരേവരും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഒരു കുട്ടി ജനിക്കുക എന്നത്. ആ കുട്ടി ജനിക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇസ്ലാമിക ദർശനങ്ങളിൽ, വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ തെർബിയത്തിന് വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ്. തെർബിയത്തിന് മാത്രമല്ല, ഗർഭാവസ്ഥയിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമൂഹത്തിലെ ഇന്നത്തെ ചില പ്രക്രിയകൾക്ക് പലതും പൊളിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ തച്ചുടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗർഭാവസ്ഥയിൽ നമ്മൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നൽകേണ്ട ചില ശ്രദ്ധകളും പരിഗണനകളും അത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ പര്യവസാനങ്ങളും വളരെ പ്രയാസമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ഇന്ന് ഉള്ള സാമൂഹിക ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷെ അതിന് തടസ്സമായിരിക്കാം. എന്നാലും അവയൊക്കെ എൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നത്. ആര് എങ്ങനെ കുറ്റപ്പെടുത്തിയാലും ശരി, എനിക്കൊരു ഉപ്പ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ് എന്നോട് എൻ്റെ ദീൻ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് നിർവഹിക്കും. അതിനാര് എന്നെ കളിയാക്കിയാലും പരിഹസിച്ചാലും എനിക്കതൊരു പ്രശ്നമില്ല എന്ന ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നെങ്കിൽ ഇതുപോലെയുള്ള ഈ പ്രതിസന്ധികളിൽ നല്ല രൂപത്തിൽ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, ഗർഭകാലഘട്ടം നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും അധികം പരിചരണവും ശ്രദ്ധയും കെയറിങ്ങും ലഭിക്കേണ്ട സമയമാണ്. അത് ഏറ്റവും അധികം ലഭിക്കേണ്ടത് ഭർത്താക്കന്മാരായ നമ്മളിൽ നിന്നാണ്. അത് നൽകാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിലുണ്ടാവുന്ന അഥവാ ഭാര്യയ്ക്കുണ്ടാവുന്ന കുഞ്ഞ് എന്ന് പറയുന്നത് ഒരുപാട് ടെൻഷനുകൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ ആ ടെൻഷന് ഒരു പക്ഷേ പലവിധ തടസ്സങ്ങൾക്കും പ്രയാസങ്ങൾക്കും കുട്ടികളിലും ഇടയാക്കാം. പരീക്ഷണമാണ്, അള്ളാഹു എങ്ങനെയാണ് നൽകുന്നത് നമുക്കറിയാൻ പറ്റില്ല. എന്തായിരുന്നാലും നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിലും നമ്മോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അവയൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള അറിവും വിജ്ഞാനവും അദ്ദേഹത്തിന് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ നൽകണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.